സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 10/2023. ഒരുപാട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, മിസ്സാക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശരി അല്ലാത്തത്. ഇവിടെ തന്നിരിക്കുന്നു, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാൻ തീരുമാനിച്ചു. അപ്പൊ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം ഒരു എക്സാം പോലെ തന്നെ ചെയ്ത് നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധമില്ലാത്തത്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. അതുപോലെ ഗാന്ധിജി ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. ലാഹോർ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം നടന്നത്. അപ്പൊ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണ സ്വരാജ് എന്നതും സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നതും ബന്ധപ്പെട്ട് പഠിച്ച് വയ്ക്കാം. പൂർണ്ണ സ്വരാജ് അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അടുത്തത്, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഗേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം എന്നിവയാണ്. ഇതിൽ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് 1 ഉം 3. ഗേദ സമരം. ഗേദ സമരം നടന്ന വർഷം 1918 1918 ഗുജറാത്തിലെ ഗേഡ ജില്ലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. അതുപോലെ ചമ്പാരൻ സമരം നടന്നത് ഏത് വർഷമാണ്? 1917 ബീഹാറിലാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സമരം. ബീഹാറിലെ ചമ്പാരനില് 1917. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നു, മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 ഉം 2 ക്യാബിനറ്റ് മിഷനിൽ അംഗം അല്ലാതിരുന്ന വ്യക്തികൾ. ക്യാബിനറ്റ് മിഷനിൽ 1946 ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്, ലോർഡ് പെത്തിക് ലോറൻസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ് എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്, ലോർഡ് പെത്തിക് ലോറൻസ്, ഈ 3 പേരുകൾ ഓർത്തുവയ്ക്കുക, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അടുത്തത്, സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ. സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ 1798 നടപ്പിലാക്കിയത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വെല്ലസ്ലി പ്രഭു 1798 ശരിയാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, ശരിയാണ്. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇവിടെ മൗലാന മുഹമ്മദ് അലി ജിന്ന, സലീം അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. ഇതിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. 1 ഉം
4 മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് സ്വീകരിച്ചത്? നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ്? അയർലൻഡാണ്. നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചത് അയർലൻഡിൽ നിന്നുമാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഓപ്ഷൻ ബി ആണ് മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. ഓപ്ഷൻ സി രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനായിട്ട് അവകാശമുള്ളത് പാർലമെന്റിനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പാർലമെന്റ്. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ, പാലിയൻ സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പൻ. ശരിയല്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2. പാലിയൻ സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ എന്ന് തന്നിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത്. പാലിയൻ സത്യാഗ്രഹം വൈക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിരിക്കുന്നു, തെറ്റ്. വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പൻ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുടെ രചനകൾ തന്നിരിക്കുന്നത് വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ എന്നിവയാണ്. ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ആണ്. ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. അഭിനവ കേരളമോ? അഭിനവ കേരളം വാഗ്ഭടാനന്ദന്റെ കൃതിയാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ, വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ. ഇവിടെ തന്നിരിക്കുന്നു കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കുളച്ചൽ യുദ്ധം നടന്നു, കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡി 1, 2, 4 എന്നിവ. 1, 2, 4 എന്നിവ. കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, അതുപോലെ കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ആരാണ്? ശക്തൻ തമ്പുരാൻ. അടുത്തത്, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമി. ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന. ആറ്റിങ്ങൽ കലാപം യോജിക്കാത്ത പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. യോജിക്കാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം
ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ആദ്യത്തെ സംഘടിത കലാപം 1721 നടന്നു. ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു എന്നിവയെല്ലാം ശരിയാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം. 2022 ലോകകപ്പില് 2ാം സ്ഥാനം ഫ്രാൻസ് ആണ്. 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതെന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല. ജലവൈദ്യുതി പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്. 1998 മെയ് 17 1998 മെയ് 17 അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? പെരുങ്കുളമാണ്. പെരുങ്കുളം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ചിട്ടാണ് പെരുങ്കുളത്തെ കേരളത്തിലെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്കു സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 101 ഭേദഗതിയാണ്. 101. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത്? 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹാലനോബിസ്. ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4. 4ഉം ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളാണ്. കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്?
ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപം കൊണ്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്? ഓപ്ഷൻ ബി ആണ് ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് സുന്ദരവനം ഡെൽറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? മിഷൻ ഭൂമിപുത്ര ആസാമാണ്. ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല? മലപ്പുറമാണ്. മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH 744 ആണ്. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാണ്? നൂറനാടാണ്. നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായലിലാണ്. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടിയാണ്. മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി? ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ. നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കൃതിയാണ് വിത്തും കൈക്കോട്ടും എന്നത്.
എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ജൂളാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തിനാണ്? 2022 ഒക്ടോബർ 1 രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ പ്രജന്ത്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് HAL തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററാണ് പ്രജന്ത്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നൂറുമേനി. വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര്? ഏറ്റവും ചെറിയത് സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം? കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തിയാണ്. മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യഭാഗം? നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയെയാണ്. വൃക്കയെ ബാധിക്കുന്നതാണ് നെഫ്രൈറ്റിസ്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 ഓപ്ഷൻ ഡി ആണ്, സ്വാന്തേ പേബോ. കൂനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കൂനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. കൂനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? പിണ്ഡമാണ്. പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക നമ്പർ. ആധുനിക ആവർത്തന പട്ടികയിൽ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് സിന്നബാറാണ്. മെർക്കുറിയുടെ അയിര് സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ ബി ആണ്, മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഓപ്ഷൻ സി ആണ്, ജഡത്വം. ഓപ്ഷൻ സി, ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി.
സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആദിത്യ L1 ആണ്. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ISRO വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റ് ആണ് ആദിത്യ L1. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്നത് 8 ദിവസമാണ്. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്നത് 8 ദിവസം. പുകവലി മൂലമുണ്ടാകുന്ന രോഗം. പുകവലി മൂലമുണ്ടാകുന്നത് ബ്രോങ്കൈറ്റിസ് ആണ്. ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം. ചലിക്കാൻ പറ്റാത്തത്. ചലനരഹിത സന്ധി. തലയോട്ടിയിലെ സന്ധി. തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? മനുഷ്യനാണ്. മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്നത് വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. ഇവിടെ തന്നിരിക്കുന്നത് ബ്ലഡ് പ്രഷർ, പനി, ജലദോഷം, മഞ്ഞപ്പിത്തം. ഓപ്ഷൻ എ ആണ് ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ. ഇനി വരുന്ന 20 ചോദ്യങ്ങളും മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രം പറയാം. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ സി. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 84 ഓപ്ഷൻ ബി. 85 ഓപ്ഷൻ സി ആണ്. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 87 ഓപ്ഷൻ ഡി. 88ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 89 ഓപ്ഷൻ എ ആണ്. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 91 ഓപ്ഷൻ ബി. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 93 ഓപ്ഷൻ ഡി ആണ്. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 95 ഓപ്ഷൻ സി. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ ബി. 98 ഓപ്ഷൻ സി ആണ്. 99 ഓപ്ഷൻ എ ആണ്. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.